ഹായ് ഹലോ വെൽക്കം ടു ഫോർച്യൂൺ പി എസ് സി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MEM PYQ സീരീസിൽ മെൻ്റൽ എബിലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ MEM എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം. ഇത് മൂന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം ഇത് വീഡിയോസായിട്ട് ഓരോ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ഓരോ പാർട്ടായിട്ട് വീഡിയോസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ മെൻ്റൽ എബിലിറ്റിയാണ് ഇനി ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലസ് ഈ ചിഹ്നം, പ്ലസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ചിഹ്നവും മൈനസ് എന്നാൽ അഡീഷൻ്റെ ചിഹ്നവുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 14 പ്ലസ് 3 മൈനസ് 4 എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പ്ലസ്സിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? പ്ലസ്സിന് പകരം എന്ത് കൊടുക്കും? മൾട്ടിപ്ലിക്കേഷൻ്റെ സൈനാണ് കൊടുക്കുന്നത്. ക്രോസ് സൈനാണ് കൊടുക്കുന്നത്. അതുപോലെ മൈനസ് എന്നാൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനസിന് പകരം എന്ത് കൊടുക്കും? പ്ലസ് എന്ന് കൊടുക്കും. അപ്പോൾ ബോഡ്മാസിൻ്റെ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ബോഡ്മാസിൻ്റെ റൂൾ? ബോഡ്മാസിൻ്റെ റൂൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനല്ലേ? അപ്പം ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ എന്ത് ചെയ്യാവൂ? അഡീഷൻ ചെയ്യാവൂ. അപ്പോൾ 14 × 3 എത്രയാണ്? 42 ആണ്. അപ്പോൾ 42 പ്ലസ് 4 എത്ര കിട്ടും? 46 ആണ് ആൻസർ വരുന്നത്. അപ്പം 91 എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് 92 എന്താണ്? ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ്? 6 6 ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 ഇട്ടിട്ടുണ്ട്, ഈസിക്കൽ ടു 30 എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ 6 വെച്ചിട്ട് 30ൻ്റെ കിട്ടുന്ന എന്തെങ്കിലും അറിയോ? 6 പ്ലസ് 6 എത്ര? 12 അല്ല, പറ്റത്തില്ല. 6 മൈനസ് 6 ആണ്, 0 ആണ്, പറ്റത്തില്ല. 6 ഡിവൈഡഡ് ബൈ 6 ആണെങ്കിൽ 1 ആണ്, അതും പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് 6 × 6 36 ആണ് ഇല്ലേ? ഈ 36ൽ നിന്ന് 6 മൈനസ് ചെയ്യുന്നതല്ലേ 30. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓപ്ഷനകത്ത് ഉണ്ടോ? അത് ഉണ്ട്. അപ്പോൾ 36 മൈനസ് 6 ആണ് എന്ത്? 30 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ഇടണം? മൾട്ടിപ്ലിക്കേഷൻ സൈനും ഇവിടെ സബ്ട്രാക്ഷൻ്റെ സൈനുമാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പം 92ൻ്റെ ആൻസർ എത്രയാണ്? ബി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇതിന് ചിഹ്നങ്ങൾ ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാത്തിലും രണ്ടെണ്ണം വീതം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ ആറിൻ്റെ ഇടയിൽ ഒരെണ്ണം ഇടണം, ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഇടണം. അതാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, 92 ഓക്കെ അല്ലേ? അടുത്തത് 93. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രേണി നമുക്കൊന്ന് എടുത്തെഴുതാം. 12 6 24 12 48 24. ഓക്കെ, ഇതാണ് ശ്രേണി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൂടിപ്പോകുന്നത് കൂടുന്നതാണോ? അല്ല. കാരണം 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 വന്നേക്കുന്നത്, 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 24 വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ആലോചിക്കണം. ഈ 6ൻ്റെ 2 ഇരട്ടിയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? 12 എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ 6ൻ്റെ 4 ഇരട്ടിയാണ് എന്ത്? 24. അതായത് 6 × 2 ആണ് 12, 6 × 4 ആണ് 24. അതുപോലെ തന്നെ നോക്ക്, ഇനി എന്ത് ചെയ്യാം? ഇനി ഈ 6 എടുത്തു, അതുപോലെ നമുക്ക് അടുത്ത ഒന്നിടവിട്ടുള്ള സംഖ്യയിൽ എടുക്കാം. ഇനി 12 എടുത്താൽ നോക്ക്, 12ൻ്റെ 2 ഇരട്ടിയല്ലേ 24, × 2 ആണ് 24. അതുപോലെ 12 × 4 അല്ലേ 48. ക്ലിയർ അല്ലേ? അടുത്തത് ഒന്നിടവിട്ടുള്ള സംഖ്യകളല്ലേ എടുക്കുന്നത്. അടുത്ത 24 എടുത്തു കഴിഞ്ഞാൽ 24 × 2 ആണ് 42. അപ്പോൾ ഇവിടെ എല്ലാം 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ 24ൻ്റെ ഇപ്പുറത്ത് 24 × 4 എത്രയാണ്? 24 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 4s are 16, 1 റിമൈൻഡർ വരും. 2 4s are 8 പ്ലസ് 1 9 അല്ലേ? 96 വരും. ഇവിടെ എന്താണ് അപ്പോൾ വരുന്നത്? 96 ആണ് വരുന്നത്. 96 ഓപ്ഷനകത്തുണ്ടോ? ഉണ്ട്. 96
ഓപ്ഷനിൽ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പം നടുക്കലത്തെ സംഖ്യകൾ എടുക്കുക. നടുക്കലത്തെ സംഖ്യകൾ എടുത്തു കഴിഞ്ഞ് 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 12. 6ന്റെ ഇടതും വലതും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 12, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 24. അടുത്തത് 24 എടുക്കുമോ? പിന്നെ നമ്മൾ ഇല്ല, 1 ഡോട്ടുള്ള സംഖ്യകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 12 എടുക്കുക. 12 എടുത്തു കഴിയുമ്പോഴോ 12 ഇൻറ്റു 2 24, 12 ഇൻറ്റു 4 48. അടുത്തത് 1 ഡോട്ടുള്ള സംഖ്യയിലെ 24 എടുക്കുമ്പം 24 ഇൻറ്റു 2 48, 24 ഇൻറ്റു 4 ഇപ്പുറത്ത് എടുക്കേണ്ടത്. കാരണം എന്താ, ഇവിടെ രണ്ടിടത്ത് നമ്മൾ 4 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തല്ലേ അടുത്തടുത്ത സംഖ്യകൾ കിട്ടിയത്. അപ്പോൾ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 96 കിട്ടും. ആൻസർ 96. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 96. അടുത്തത് ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ എഴുതിയിരിക്കുന്നതാണ് ഇത്. ആ കോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതുക? പോലീസ് എഴുതുക. POLICE പോലീസ്. പോലീസിൻ്റെ കോഡ് ഭാഷയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? OMIEXY ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് അവർ ഈ കോഡ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ഇനി പിയുടെ കൂടെ PABCDEFGHIJKLMNOP, അതായത് ഓടെ കൂടെ ഓ കഴിഞ്ഞിട്ട് എത്രാമത്തതാണ് പി? ഓ കഴിഞ്ഞ് KLMN ഓ കഴിഞ്ഞിട്ടുള്ളതാണ് പി. അപ്പം ഓടെ കൂടെ ഒരു ഓട തൊട്ടപ്പുറത്ത്, അപ്പോൾ 1 കൂട്ടിയാൽ പി. അടുത്തത് എമ്മിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഓ വരുന്നത്? KLMNO 2 കൂട്ടിയാലാണ് വരുന്നത്. അടുത്തത് നോക്കുക, GHI വരും. ഐ കഴിഞ്ഞിട്ട് JKL 3 കൂട്ടിയാലാണ് എല്ല് കിട്ടുന്നത്. 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ് എല്ല്. അടുത്തത് ഈയുടെ ആണെങ്കിലോ, അപ്പം 1 2 3, ഇനി 4 കൂട്ടി നോക്കുക. ഈയുടെ കൂടെ 4 കൂട്ടെ FGHI അല്ലേ, 4 അല്ലേ. ഇനി എക്സിൻ്റെ കൂടെ 5 കൂട്ടി, എക്സ് കഴിഞ്ഞിട്ട് YZ. പിന്നെന്ത് ചെയ്യാം? ABC നമ്മൾ എടുക്കുക. Z കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ABC തന്നെ തുടങ്ങുക. ഓക്കെ, അപ്പം എക്സ് കഴിഞ്ഞിട്ട് YZ ABC 5 കൂട്ടിയ പറ്റിയേ. ഇനി ഈ വൈയുടെ കൂടെ 6 കൂട്ടി നോക്കിയേ, YXY അല്ലേ. Y കഴിഞ്ഞിട്ട് എങ്ങനെ? ZABCD. ഓക്കെ, E. അപ്പം 6 + 6 ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് കൂട്ടി പോയിരിക്കുന്നത്? +1 +2 +3 +4 +5 +6 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം ഈ കോഡ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ക്ലിയർ ആണല്ലോ. ഈ കോഡ് എഴുതിയിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആണ്. അപ്പം അതേ കോഡ് ഉപയോഗിച്ചാണ് എന്ത് ലേബർ എന്ന വാക്കിനെ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ലേബർ ഒന്ന് എടുത്തെഴുതാം. LABOUR. ഓക്കെ, ലേബർ എഴുതാം നമുക്ക്. അപ്പം ലേബർ എന്ന വാക്ക് നമ്മൾ എഴുതി. ഇനി ലേബർ എല്ലിൻ്റെ തൊട്ട് മുമ്പിലുള്ള ലെറ്റർ ഏതാണ്? K ആണ് ഇല്ലേ? K ആണ്. അതായത് +1 കൂട്ടുമ്പം Kയുടെ കൂടെ +1, K കഴിഞ്ഞിട്ട് അടുത്തത് L. അടുത്തത് അപ്പം എക്ക് മുമ്പ് എന്തായിരിക്കും? A 2 +2 അല്ലേ, ഇവിടെ 2 +3 +4 +5. അതായത് താഴെ കിടക്കുന്ന ലെറ്ററിൻ്റെ അടുത്ത രണ്ടാമത്തെ സംഖ്യയാണ് O എന്ന് പറയുന്നത്. ഇപ്പം എമ്മിൻ്റെ രണ്ടാമത്തെ സംഖ്യയാണ് O. ഐ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ലെറ്ററാണ് O എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഞാൻ സംഖ്യ ലെറ്റർ എന്നൊക്കെ ഇടയ്ക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. കാര്യം ക്ലിയറായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പം എക്ക് തൊട്ട് മുമ്പ് ഉള്ള രണ്ടാമത്തെ ലെറ്ററും ഇവിടെ കിട്ടേണ്ട ലെറ്ററിൻ്റെ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്ററാണ് A. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം എക്ക് തൊട്ട് 2 ലെറ്റർ മുമ്പുള്ള ഏതാണ്? Y ആണ് ഇല്ലേ? Y കഴിഞ്ഞിട്ടൊന്ന് ആലോചിച്ചൊക്കെ, ZA 2 അല്ലേ. അപ്പോൾ Y ആണ് ഇവിടെ എഴുതേണ്ടത്. +3 ആണെങ്കിലോ അതും Y അല്ലേ വരുന്നത്. Y കഴിഞ്ഞിട്ട് ZAB 3. ഓക്കെ, ഇനി O ആവുമ്പോഴെങ്ങനെ വരും? K കഴിഞ്ഞിട്ട് LMNO അല്ലേ. അപ്പം എന്ത് വരും? K ആണ് ഇവിടെ വരുന്നത്. അടുത്തത് നോക്കുക, 5 കൊടുത്തിരിക്കുന്നത്. എന്തെഴുതാം? P നോക്കേ, PQRSTU അല്ലേ. അപ്പം P കറക്റ്റ് അല്ലേ? 5. ഇനി ഇവിടെ +6 അല്ലേ. ഈ രീതിയിൽ തന്നെ പോകണം. അതുകൊണ്ടാണ് ഇത് ആദ്യമേ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം 6 വരണമെങ്കിൽ എങ്ങനെ? L കഴിഞ്ഞിട്ട് MNOPQR അല്ലേ. അപ്പം എന്ത് വരും? L വരും. K. അപ്പം എങ്ങനെയാണ് എഴുതുന്നത്? K എടുത്തെഴുതാം. YYKPL അല്ലേ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? KYYKPL.
ആ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ പോലീസിന് എങ്ങനെ എഴുതും? +1 +2 +3 +4 +5 +6 അങ്ങനെ അങ്ങനെ പോകും. അപ്പം അത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഈ ഓരോ സംഖ്യകളും എഴുതി വെച്ചേക്കുന്നത്. ഓ കഴിഞ്ഞിട്ടുള്ള ഒരു ഓ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഓ കഴിഞ്ഞ് അടുത്ത ഒരു ലെറ്ററാണ് ഓ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്ററാണ് പി. അടുത്ത എം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്ററാണ് ഒ. ഐ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ലെറ്ററാണ് എൽ. ഇ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ ലെറ്ററാണ് എന്ത്? ഐ. ഇനി എക്സ് കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ ലെറ്ററാണ് സി. എങ്ങനെ വരുന്നത്? എക്സ് കഴിഞ്ഞിട്ട് വൈ ഇസഡ് കഴിഞ്ഞാൽ പിന്നെ എ ബി സി എന്ന് എണ്ണി തുടങ്ങണം. ഓക്കെ, അടുത്ത വൈ കഴിഞ്ഞിട്ടുള്ള ആറാമത്തെ ലെറ്ററാണ് ഇ. അതുപോലെയാണ് ഇവിടെ എങ്ങനെയാണ്? കെ കഴിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ലെറ്ററാണ് എൽ. കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ. അടുത്ത വൈ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലെറ്ററാണ് എ. എങ്ങനെയാണ്? ഇസഡ് കഴിഞ്ഞ് പിന്നെ എ. ഇവിടെ നോക്ക്, വൈ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ലെറ്ററാണ് ബി. എങ്ങനെയാണ്? ഇസഡ് എ ബി. ഓക്കെ, ഇനി കെ കഴിഞ്ഞിട്ടുള്ള നാലാമത്തെ ലെറ്ററാണ് ഒ. എങ്ങനെയാണ്? എൽ എം എൻ ഒ. അടുത്ത പി കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ ലെറ്ററാണ് യു. എങ്ങനെ വരും? ക്യു ആർ എസ് ടി യു അല്ലേ? അടുത്ത എൽ കഴിഞ്ഞിട്ടുള്ള ആറാമത്തെ ലെറ്ററാണ് ആർ. എങ്ങനെ വരും? കെ എൽ എം എൻ ഒ പി ക്യു ആർ. ഓക്കെ, വരുമല്ലോ. അപ്പം ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? ഇത് കിട്ടിയത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആകാത്തവർ 1 2 3 തവണ കാണുക. ഇത് ഈ ചെയ്തേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 95ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് എടുത്തെഴുതാം. ക്ലൗഡ്, മിഡില്, ചെയിൻ, ക്ലൗഡ്, മിഡിൽ, ചെയിൻ, ഗ്രണ്ട്. ഓക്കെ, എടുത്തെഴുതി. ഇനി ഒന്ന് എങ്ങനെ അക്ഷരമാല ക്രമത്തിൽ എന്ന് പറയുമ്പോൾ എ ബി സി ഡി അങ്ങനെ എണ്ണി. എ ബി സി, സി വെച്ച് വരുന്നത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് സി ലെറ്റർ വെച്ച് വരുന്നത്. അപ്പം ഇതും നമുക്കെടുക്കാം, ഇതും നമുക്കെടുക്കാം. ഇതിൽ ഏത് ആദ്യം വരുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം സി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആദ്യത്തേത് കിട്ടി. ഓക്കെ, അടുത്തത് എ ബി സി ഡി ഇ എഫ് ജി എച്ച്. കണ്ടോ? എച്ച് കണ്ടോ? എച്ച് കഴിഞ്ഞിട്ടല്ലേ ഐ ജെ കെ എൽ, പിന്നെ എൽ വരുള്ളൂ. കണ്ടോ? അപ്പം ചെയിൻ നമുക്ക് എടുക്കാം. ഓക്കെ, ചെയിൻ എടുത്തു. അപ്പം ചെയിനാണ് ആദ്യത്തത്. ഓക്കെ, അപ്പം 95 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഏത് വരും? അപ്പം ഇത് 1 വന്നു, ഇത് 2 വന്നു. ഓക്കെ അല്ലേ? ഇത് 1 വരുന്നു, ഇത് 2 വന്നു. കാരണം ഇതെന്താ? ഇവിടെ സി ആണ്, ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എങ്ങനെ വരും? എ ബി സി വരെ വന്നു, ഡി ഇ എഫ് ജി. അപ്പം ഇത് 3 വരും, ഇത് 4 വരും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ചിലപ്പോൾ തേർഡ് ലെറ്റർ ഏതാണെന്നായിരിക്കും, തേർഡ് വരുന്ന വാക്ക് ഏതാണെന്നായിരിക്കും, മൂന്നാമത് വരുന്ന വാക്ക്, നാലാമത് വരുന്ന വാക്ക്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇത് ആദ്യത്തേതായതുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഇതിൽ രണ്ടിൽ ഏതാണോ ആദ്യം വരുന്നത് അത് കണ്ടുപിടിച്ചാൽ ആൻസറായി. പക്ഷേ അങ്ങനെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ എങ്ങനെയാണ് അക്ഷരമാല ക്രമത്തിൽ ക്രമീകരിച്ചാൽ നാലാമത് വരുന്ന വാക്കേത്, മൂന്നാമത് വരുന്ന വാക്കേത്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയിലുണ്ടാകണം. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? 95ൻ്റെ ആൻസർ സി ആണ്. ഓക്കെ, സി ആണ് 95ൻ്റെ ആൻസർ. അടുത്തത് 96. ഇക്വലൻ്റ് ആയി ബന്ധമില്ലാത്തതേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് വൈസ് നോക്കും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതെന്താണ്? ഒരു റീസണിങ് ക്വസ്റ്റ്യൻ ആയാലും ചിലപ്പോൾ മീനിങ് വൈസും ചോദിക്കാം. പക്ഷെ ഒരു മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇക്വലൻ്റ് എന്നുള്ളതിലെ ലെറ്റേഴ്സ് നോക്കുക. അപ്പം ആദ്യത്തെ എന്താണ്? ഈക്വിറ്റി, ഈക്വൽ, ടെയിൽ, ലെൻറ്റ്. ഇത് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഇതൊന്നും എഴുതണ്ട, ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നോക്ക്. ഈ എന്തിലുണ്ട്? ഈക്വലൻറ്റിലുണ്ട്. ഈക്വലൻറ്റിലുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് ഇത് 4. അപ്പോൾ ഇതിൽ ഈക്വലൻറ്റിലില്ലാത്ത ഏതോ ഒരു ലെറ്റർ എന്തിൽ പെട്ടിട്ടുണ്ട്? ഈ 4 വേർഡ്സിൽ ഏതോ ഒന്നിൽ അത് പെട്ടിട്ടുണ്ട്. അതേതാ? നമുക്ക് ഒറ്റയടിക്ക് നോക്കാം. വൈ തന്നെയാണത്. ഓക്കെ, അപ്പം എന്നാലും ഒന്ന് നോക്കാം. ഇ ഉണ്ട്, ക്യൂ ഉണ്ട്, യു ഉണ്ട്, ഇല്ലേ? ഐ ഉണ്ട്, പിന്നെ ടി യു ഉണ്ട്. ഇനി വൈ അല്ലേ ഇല്ലാത്തുള്ളൂ. അപ്പം ഇതാണ് ആൻസർ വരുന്നത്. ഇനി ബാക്കി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കാം. ഇ ഉണ്ട്, ക്യൂ ഉണ്ട്, യു എ എൽ വരുന്നുണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, ടി എ എൽ ഇ വരുന്നുണ്ടല്ലോ. അടുത്തത് എൽ ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്, ടി ഉണ്ട്, LENT. അപ്പം ഏതാണ് ഉത്തരം വരുന്നത്?
ഈക്വിറ്റിയാണ് ഉത്തരം വരുന്നത്. ഇനി 96 ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം. അപ്പം കാർഡിയോളജി എന്താണ് കൊടുത്തിരിക്കുന്നത്? കാർഡിയോളജി ഹൃദയത്തിൻ്റെ ഹൃദയത്തെ സംബന്ധിച്ച പഠനമാണ് കാർഡിയോളജി. ഇനി നെഫ്രോളജി. നെഫ്രോളജി എന്തിൻ്റെയാണ്? നമുക്കറിയാം നെഫ്രോളജി എന്തിൻ്റെയാണ്? കിഡ്നിയുടെ അഥവാ വൃക്കയുടെ ആണ്. 97C ആണ് ആൻസർ. വൃക്കയുടെ ആണ് വരുന്നത്. വൃക്ക അഥവാ കിഡ്നി. ഓക്കെ. അപ്പം ഇനിയും ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ളതിൻ്റെ കൂടെ നമുക്ക് നോക്കിയാലോ. കരളിൻ്റെ ആണെങ്കിൽ ഏതാണ് പഠനം? കരളിൻ്റെ ആണെങ്കിൽ ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി ആണ്. ഓക്കെ. അടുത്തത് തലച്ചോറാണെങ്കിലോ? തലച്ചോറാണെങ്കിൽ ന്യൂറോളജി. ന്യൂറോളജി ആറാണ് ഇത്. ന്യൂറോളജി. അടുത്തത് കണ്ണാണെങ്കിലോ? ഓഫ്താൽമോളജി. ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ള സാധനമാണ് ബയോളജിയിൽ. ഓഫ്താൽമോളജി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം കരളിൻ്റെത് ഹെപ്പറ്റോളജി, തലച്ചോറ് ന്യൂറോളജി, കണ്ണ് ഓഫ്താൽമോളജി. കാർഡിയോളജി ഹൃദയം അവർ തന്നിട്ടുണ്ടായിരുന്നു. നെഫ്രോളജിയാണ് കണ്ടുപിടിക്കുന്നത്. നെഫ്രോളജി എന്തിൻ്റെയാണ്? വൃക്കയുടെ ആണ്, കിഡ്നിയുടെ ആണ് നെഫ്രോളജി. ഓക്കെ, 97 ക്ലിയർ ആണ്. അടുത്തത് 98. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചെമ്പ് ആയാലും അലൂമിനിയം ആയാലും ഇരുമ്പായാലും ഒക്കെ എന്താണ്? അവയെല്ലാം ലോഹങ്ങളാണ്. ലോഹങ്ങൾ അഥവാ മെറ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ ഈ അൽനിക്കോ എന്ന് പറയുന്ന സാധനം എന്താണ്? അൽനിക്കോ എന്താണ്? അൽനിക്കോ എന്ന് പറയുന്നത് ലോഹസങ്കരമാണ്. ലോഹസങ്കരം അഥവാ അലോയ് ആണ് അൽനിക്കോ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ലോഹങ്ങളാണ്. അപ്പം ഏതാണ് വേറിട്ട് നിൽക്കുന്നത്? അൽനിക്കോ അല്ലേ? ലോഹസങ്കരമായതുകൊണ്ട് ബാക്കിയെല്ലാം ലോഹങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും. എന്നാൽ മകളുടെ ഇന്നത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം മകളുടെ വയസ്സ് എത്രയാണ്? മകളുടെ വയസ്സ് എക്സ് എന്ന് എടുക്കുകയാണ്. അമ്മയുടെയോ? അമ്മയുടെ വയസ്സ് വൈ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അമ്മയുടെ വയസ്സെന്ന് എഴുതാൻ പാടുണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുവാണേ. ഓക്കെ, അപ്പം മകളുടെ വയസ്സ് എക്സ്, അമ്മയുടെ വയസ്സ് വൈ. അപ്പം ആദ്യത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പം നമുക്ക് 2 കണ്ടീഷനായിട്ട് ഇത് എടുക്കാം. 4 കൊല്ലം മുമ്പെന്നുള്ള ഒരു കണ്ടീഷൻ, 6 കൊല്ലം കഴിഞ്ഞാലെന്നുള്ളൊരു കണ്ടീഷൻ. അപ്പം 4 കൊല്ലം മുമ്പ് 4 years ago. ഞാൻ ഇംഗ്ലീഷിലങ്ങ് എഴുതുന്നേ ഉള്ളൂ എഴുതാൻ എളുപ്പത്തിന്. 4 കൊല്ലം മുമ്പ് എന്നുള്ളതാണ് 4 years ago. അപ്പം 4 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അമ്മയുടെ വയസ്സിൻ്റെ പ്രത്യേകത? അമ്മയ്ക്ക് മകളുടെ അത് പറയുന്നതിന് മുമ്പ് 4 വർഷം മുമ്പ് ഇപ്പോഴത്തെയാണ് മകളുടെ ഏജ് എക്സും അമ്മയുടെ ഏജ് വൈ എന്നും എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തേതാണ് ഇത് എക്സും വൈയും. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ മകളുടെ എങ്ങനെയാണ്? മകളുടെ ഏജ് എന്ന് പറയുന്നത് x-4ഉം അമ്മയുടെ ഏജ് എന്ന് പറയുന്നതോ അമ്മ ഈസിക്കൽ ടു y-4ഉമാണ്. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ വയസ്സിൽ നിന്ന് 4 വീതം കുറയ്ക്കണ്ടേ? എന്നാലെല്ലാം 4 വർഷം മുമ്പുള്ള വയസ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, അവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താണ്? 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. അപ്പം അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സെന്ന് പറയുമ്പോൾ അമ്മ ഈസിക്കൽ ടു മകളുടെ 3 ഇരട്ടി y-4 ഈസിക്കൽ ടു 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു മകളുടെ വയസ്സ് x-4. ഇനി ഇതിനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. y-4 ഈസിക്കൽ ടു ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടേ? 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 4 എത്രയാണ്? 12. 3 ഇൻറ്റു 4. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ അറിയാലോ. 3 ഇൻറ്റു x-4 എങ്ങനെയാണ് എഴുതുന്നത്? 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു 4 ഇല്ലേ? അപ്പം എങ്ങനെ കിട്ടും? 3x മൈനസ് 12 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ ബേസിക് ആണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം y-4. ഇനി അതിനകത്തുനിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ? മകളുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അപ്പം y-4 ഈസിക്കൽ ടു എത്ര കിട്ടും? 3x മൈനസ് 12 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ കിടക്കുന്നത് ഞാനൊന്ന് എഴുതുന്നേ ഉള്ളൂ. ഇനി
3x മൈനസ് 12. ഈ y മൈനസ് 4 എന്ത് ചെയ്യുക, ഈ ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, 3x മൈനസ് 12 മൈനസ് y, ഈ മൈനസ് 4 എന്താവും, പ്ലസ് 4 ആവും, ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഇനി 3x മൈനസ് y മൈനസ് 12ഉം പ്ലസ് 4ഉം കൂടെ എത്ര വരും, -8 എന്ന് വരും. 3x മൈനസ് y ഈസ് ഈക്വൽ ടു -8 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതെന്താണ്, ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, 6 കൊല്ലം കഴിഞ്ഞാൽ, അപ്പം ആഫ്റ്റർ 6 ഇയേഴ്സ്. ഓക്കെ, ആഫ്റ്റർ 6 ഇയേഴ്സ് ആണ് നമ്മൾ അടുത്തത് എഴുതാൻ പോകുന്നത്. ഓക്കെ, ആഫ്റ്റർ 6 ഇയർ. ഇനി അപ്പം എന്ത് വരും, ആഫ്റ്റർ 6 ഇയർ മകളുടെ ഏജ് എന്ന് പറയുന്നത് 6 വർഷം കഴിഞ്ഞെന്ന് പറയുമ്പം ഈ ഇപ്പോഴത്തെ വയസ്സിൽ നിന്ന് 6 വർഷം മുമ്പോട്ട് പോകണം. അപ്പം മകളുടെ വയസ്സ് x+6, അമ്മ എന്ന് പറയുന്നതോ y+6. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം y+6 എന്ന് പറയുന്നത് മകളുടെ ഇരട്ടിയാണ്, 2 × x+6. ഓക്കെ അല്ലേ, ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 ഇരട്ടി പറഞ്ഞത് കൊണ്ടാണ് വയസ്സ് വെച്ചിട്ട് ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയേക്കുന്നത്. ഇവിടെ അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് മകളുടെ വയസ്സിൻ്റെ 2 ഇരട്ടിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇരട്ടി, അതായത് ഇരട്ടി എന്ന് പറയുമ്പോൾ ഡബിൾ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. y+6 ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 2 × x 2x പ്ലസ് 2 × 6 12. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, 2x മൈനസ് ഈ 2x എന്ത് ചെയ്യണം, ഈ y+6 ഇപ്പുറത്ത് കൊണ്ടുവരണം, ഈക്വൽ സൈൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം. അപ്പോൾ 2x മൈനസ് y മൈനസ് 6 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. പിന്നെ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി ഓക്കെ, അപ്പോൾ 2x ഇതിവിടെ കിടക്കട്ടെ, 2x മൈനസ് y മൈനസ് 6 പ്ലസ് 12 എത്രയാണ്, -6 + 12 പ്ലസ് 6 ആണ്, ഈസ് ഈക്വൽ ടു 0. അതെങ്ങനെയാണ്, അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, ഈ 2 ഇക്വേഷനും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, 3x മൈനസ് y മൈനസ് 8 ഈസ് ഈക്വൽ ടു 0യും 2x മൈനസ് y പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0യും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2ൽ നിന്ന് ഈ 1 മൈനസ് 2 ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 1 മൈനസ് 2 ഒന്ന് ചെയ്യാം. ഓക്കെ, 1 മൈനസ് 2 ചെയ്യുമ്പോൾ എങ്ങനെ വരും, 3x മൈനസ് 2x എത്രയാണ്, x ആണ്. 3xൽ നിന്ന് 2x കുറച്ചാൽ എന്താണ്, x ആണ്. കാരണം ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3x മൈനസ് 2x x ആണ്. ഇനി ഈ മൈനസ് y മൈനസ് ഓഫ് മൈനസ് y, മൈനസ് വൈയിൽ നിന്ന് മൈനസ് y കുറയ്ക്കുക. അപ്പം മൈനസ് y ഈ മൈനസ് y ഇതാണ്, ഈ മൈനസ് y ആദ്യത്തതും. ഇതിനെ രണ്ടിനെയും കുറയ്ക്കുന്ന ഈ ഒരു സൈനാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ചിലർക്കെങ്കിലും തിരിഞ്ഞു പോകാറുണ്ട്. മൈനസ് ഓഫ് മൈനസ് എത്രയാണ്, പ്ലസ് ആണ്. അപ്പം മൈനസ് y പ്ലസ് y എന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം x മൈനസ് 0, അപ്പം അവിടെ ഒന്നും എഴുതണ്ട, x മൈനസ് 0യും x പ്ലസ് 0യും എല്ലാം ഒരുപോലെ അല്ലേ, എഴുതണ്ട. ഇനി -8 മൈനസ് 6 എത്രയാണ്, -14 ആണ്. ഇവിടുത്തെയാണ് പറഞ്ഞേക്കുന്നത്, -8 മൈനസ് 6. അപ്പം x മൈനസ് 14 ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ 14നെ അപ്പുറത്ത് കൊണ്ടുപോകലോ, x ഈസ് ഈക്വൽ ടു 14 വരും. ഇനി y കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പം x വേണമെങ്കിൽ അതിനകത്ത് ഈ ഇക്വേഷനകത്ത് കൊടുത്തിട്ട് ചെയ്യാം. 3 × 14 മൈനസ് y മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. പിന്നെ വൈയുടെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിനകത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സിൻ്റെ വാല്യൂ, മകളുടെ വയസ്സ് മാത്രം കണ്ടുപിടിക്കണം. x 14 എന്ന് കിട്ടിയാൽ എന്താണ് അർത്ഥം, നമ്മളിവിടെ എടുത്തിട്ടുണ്ട് മകളുടെ വയസ്സാണ് നമ്മൾ x ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ x 14 എന്ന് പറഞ്ഞാൽ മകളുടെ വയസ്സ് 14 ആണ്. 99 B ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതേ ഉള്ളൂ കുറച്ച് സമയം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ആദ്യം ഇപ്പോഴത്തെ മകളുടെ വയസ്സ് നൗ എന്ന് ഞാൻ ഇപ്പോഴത്തേന്ന് എഴുതണമായിരുന്നു.
ഞാൻ നൗ എന്നങ്ങ് എഴുതിയേക്കുക. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ മകളുടെ വയസ്സ് എക്സ് എന്ന് എടുക്കുക, അമ്മയുടെ വയസ്സ് വൈ എന്ന് എടുക്കുക. 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലോ 4 വർഷത്തിന് മുൻപ് എങ്ങനെയായിരുന്നു? 4 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വയസ്സിൽ നിന്ന് 4 കുറച്ചൊരെണ്ണം എഴുതി ഇവിടെ വെക്കണം. അപ്പോൾ മകളുടെ വയസ്സെന്ന് പറയുന്നത് x-4, അമ്മ y-4. ഇനി അവർ ആ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് ഈസിക്കൽ ടു 3 ഇൻറ്റു മകളുടെ വയസ്സ്. ഇതിനകത്തുനിന്ന് ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, ഇനി 6 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ മകളുടെ വയസ്സെന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ കൂടെ 6 കൂട്ടണം, വൈയുടെ കൂടെ 6 കൂട്ടണം. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് മകളുടെ ഇരട്ടി വയസ്സായിരിക്കും. അപ്പം അമ്മയുടെ വയസ്സ് ഈസിക്കൽ ടു മകളുടെ വയസ്സിൻ്റെ ഇരട്ടി 2 ഇൻറ്റു x+6. അങ്ങനെ നമ്മൾ ഇവിടെയും ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. 1 - 2, കാരണം നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. അതൊക്കെ ഒരു യുക്തിയാണ്, നമ്മൾ കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ ആലോചിക്കേണ്ടത്. ഓക്കെ, ഇപ്പം വൈയുടെ വാല്യൂ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കുറച്ചത്. 3x - 2x, എക്സ് മാത്രം ഒറ്റയ്ക്ക് കിട്ടും എക്സിനെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചത്. ഈ -y വൈ ആകുമ്പോൾ എന്ത് ചെയ്യും? -y + y ആവും. അപ്പം ക്യാൻസൽ ആവും, 0 ആണ് വാല്യൂ അതിൻ്റെ. ഇനി -8 - 6 14 ആണ്. -14 ആണ്. x - 14 = 0. അപ്പോൾ x = 14 എന്ന് വരും. അപ്പോൾ 99ൻ്റെ ആൻസർ എത്രയാണ്? B 14 ആണ്. മകൾക്ക് 14 വയസ്സാണ്. ക്ലിയർ ആയില്ലേ? ഇതിന് മാത്രമാണ് കുറച്ചധികം സമയം എടുത്തത്. അടുത്തത് 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19ാമതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥൻ്റെ റാങ്ക് എത്ര? ഇനി കുത്തിയിരുന്ന് റാങ്ക് എഴുതി 1 2 3 എന്നങ്ങനെ എഴുതാൻ പറ്റുമോ? വേണ്ട. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആകെ കുട്ടികൾ മൈനസ് മുന്നിലുള്ള കുട്ടികൾ +1. ഇത്രയും ചെയ്താൽ മതി. ആകെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആകെ കുട്ടികൾ എത്രയാണ്? 40 കുട്ടികളാണ് പറയുന്നത്. അപ്പം 40 മൈനസ് മുന്നിൽ എത്ര കുട്ടികളാണെന്ന് പറഞ്ഞേക്കുന്നത്? 19 റാങ്ക് മുന്നിൽ നിന്ന് 19ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം 19 + 1. 40 - 19 എത്രയാണ്? 21 ആണ്. 21 + 1 എത്രയാണ്? 22 ആണ് വരുന്നത്. അപ്പം എത്രയാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പം 100ൻ്റെ ഓപ്ഷൻ എ ആണ്. 22 പേരാണ്. ഓക്കെ, അപ്പം നമ്മൾ 10 മെൻ്റൽ എബിലിറ്റിയുടെ 10 ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തതിൽ മാത്സ് മെൻ്റൽ എബിലിറ്റിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല, അതുകൊണ്ടാണ് അത് വീഡിയോ വരാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2 വീഡിയോസും കാണുക. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ പാർട്ട് 1ൻ്റെ തന്നെ മാത്സ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പാർട്ടും കാണുക. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയമുള്ളവർ, മനസ്സിലാകാത്തവരെന്നല്ല, എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ സൊല്യൂഷൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 വീഡിയോസും കാണുക. അപ്പം ഇനി അടുത്ത ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാനിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ്, MEM സീരീസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ട് ഇംഗ്ലീഷോ മലയാളം ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇതല്ല, പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നതെങ്കിൽ മാത്സും മെൻ്റൽ എബിലിറ്റി മാത്രമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ 2 വീഡിയോസും ബാക്കി ഇതിന് മുന്നിൽ ഈ ചാനലിൽ കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട്, അടുത്ത വേറൊരു വീഡിയോ ആയിട്ട്, MEMൻ്റെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.